നമസ്കാരം. ജനാധിപത്യം എന്നാൽ വോട്ട് ചെയ്യുക എന്ന് മാത്രമാണോ അർത്ഥം? അതോ ജനങ്ങളുടെ ശബ്ദം ഭരണകൂടം കേൾക്കുക എന്നതാണോ? ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽ നടക്കുന്ന എന്നാൽ ഒരേ അധികാര രാഷ്ട്രീയത്തിന്റെ രണ്ട് മുഖങ്ങളെ കുറിച്ചാണ്. ഒന്ന്, പ്രധാനമന്ത്രിയുടെ നാടായ ഗുജറാത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ജനാധിപത്യം എങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ചാണ്. മറ്റൊന്ന്, ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഗ്രേറ്റ് നിക്കോബാർ ദ്വീപുകളിൽ വികസനത്തിന്റെ പേരിൽ നടക്കാൻ പോകുന്ന സമാനതകളില്ലാത്ത പ്രകൃതി കൊള്ളയെക്കുറിച്ചും. എങ്ങനെയാണ് അധികാരത്തിന്റെ കേന്ദ്രീകരണം സാധാരണക്കാരന്റെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നത്? ഈ രണ്ട് വിഷയങ്ങളെയും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാം. സാധാരണ ഇലക്ഷൻ എങ്ങനെയാണ്? വോട്ടെടുപ്പ് ദിവസം ജനങ്ങൾ പോയി വോട്ട് ചെയ്യുന്നു, അങ്ങനെ വിജയികളെ തീരുമാനിക്കുന്നു. എന്നാൽ ഗുജറാത്തിൽ നടന്നത് മറ്റൊന്നാണ്. അവിടെ വോട്ടർമാർ എത്തുന്നതിന് മുൻപേ വിജയികളെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. 1500-ലധികം സ്ഥാനാർത്ഥികൾ ഒരേ സമയം മനസ്സുമാറി പത്രിക പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യമാണോ? അതോ കൃത്യമായ തിരക്കഥയനുസരിച്ച് നടന്ന ഒരു നാടകമാണോ? സ്ഥാനാർത്ഥികൾ പിന്മാറിയത് സ്നേഹം കൊണ്ടല്ല, മറിച്ച് ഭയം കൊണ്ടാണ്. പിന്മാറിയില്ലെങ്കിൽ സ്ട്രക്ചറിൽ കിടത്തി വീട്ടിലേക്ക് വിടും എന്ന കൊടും ഭീഷണിയാണ് പലർക്കും ലഭിച്ചത്. 30 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തിട്ടും വഴങ്ങാത്ത നഹാൽ പഞ്ചലിനെ പോലുള്ള സ്ത്രീകൾക്ക് സ്വന്തം മക്കളുമായി പാർട്ടി ഓഫീസിൽ ഒളിവിൽ കഴിയേണ്ടി വന്നു. പണമോ ജീവനോ എന്ന ചോദ്യത്തിന് മുന്നിൽ ജനാധിപത്യം അവിടെ മുട്ടുമടക്കി. നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന സമരസ് ഗ്രാമം എന്ന പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗ്രാമങ്ങളിൽ തർക്കമില്ലാതെ ഒരാളെ തിരഞ്ഞെടുത്താൽ ആ ഗ്രാമത്തിന് സർക്കാർ പണം നൽകും. കേൾക്കുമ്പോൾ നല്ലതെന്ന് തോന്നും, പക്ഷേ ഇതിലൂടെ നടക്കുന്നത് വരേണ്യവർഗത്തിന്റെ ആധിപത്യമാണ്. പാവപ്പെട്ടവന്റെയും ദളിതന്റെയും ശബ്ദം അവിടെ ആരും കേൾക്കില്ല. പണം കാണിച്ച് ഗ്രാമങ്ങളുടെ വായടപ്പിക്കുക എന്നതാണ് ഈ പദ്ധതി ചെയ്യുന്നത്. എന്തിനാണ് ഈ ഒരു വലിയ അധികാരം? ഇതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ നിക്കോബാറിലേക്ക് നോക്കണം. ഗുജറാത്തിൽ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുന്ന അതേ വേഗതയിൽ തന്നെയാണ് നിക്കോബാറിലെ ലക്ഷക്കണക്കിന് മരങ്ങൾ അദാനിക്ക് വേണ്ടി വെട്ടിമുറിക്കുന്നത്. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിന്റെ തെക്കേ അറ്റത്ത് ഏകദേശം 72 കോടി രൂപ ചിലവിൽ നടപ്പിലാക്കുന്ന ഗ്രേറ്റ് നിക്കോബാർ സ്ട്രാറ്റജിക് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആണ് വിവാദങ്ങളുടെ കേന്ദ്രം. ഒരു അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, ഗ്രീൻഫീൽഡ് വിമാനത്താവളം, പവർ പ്ലാന്റ്, ഒരു പുതിയ ടൗൺഷിപ്പ് എന്നിവയാണ് ഇതിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെടുന്നത്. ഈ പദ്ധതിയെ രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ള എന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാന വിമർശനങ്ങൾ ഇവയൊക്കെയാണ്. പരിസ്ഥിതിയെയും ജനങ്ങളെയും പരിഗണിക്കാതെ അദാനി ഗ്രൂപ്പിനെ പോലെയുള്ള വൻകിട വ്യവസായികൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഈ പദ്ധതിക്കായി ഏകദേശം 10 ലക്ഷത്തോളം മരങ്ങൾ വെട്ടിമാറ്റേണ്ടി വരും. 160 ചതുരശ്ര കിലോമീറ്റർ വരുന്ന അതിലോലമായ മഴക്കാടുകളെ നശിപ്പിക്കുന്നത് വരും തലമുറയുടെ ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ദ്വീപിലെ ആദിവാസി സമൂഹങ്ങളെയും അവിടെ താമസമാക്കിയ മുൻ സൈനികരെയും കുടിയൊഴിപ്പിക്കുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. സ്വന്തം മണ്ണ് സംരക്ഷിക്കാൻ സൈനികർ വരെ രാഹുൽ ഗാന്ധിയെ നേരിൽ കണ്ട് സങ്കടം അറിയിച്ചിരുന്നു. ഇന്ത്യയിലെ യുവാക്കളോട് ഈ കൊള്ളക്കെതിരെ കണ്ണു തുറക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അഴിമതിയും പ്രകൃതി ചൂഷണവും ഒരേപോലെ ഒത്തുചേരുന്ന ഈ പദ്ധതി രാജ്യത്തിന്റെ ഭാവിയെ അപകടത്തിലാക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഈ കരാറുമായി ബന്ധപ്പെട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിവേഗത്തിൽ പരിസ്ഥിതി അനുമതികൾ നൽകിയതിലും പദ്ധതി ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനം നടക്കാത്തതിലും പരിസ്ഥിതി പ്രവർത്തകർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. അതേപോലെ തന്നെ ലെതർ ബാക്ക് ആമകൾ, നിക്കോബാർ മെഗാപോട്ട് തുടങ്ങിയ അപൂർവ ജീവിവർഗങ്ങളുടെ ആവാസ വ്യവസ്ഥ ഇതോടെ ഇല്ലാതാകും. ചുരുക്കത്തിൽ വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെയും മനുഷ്യരെയും ബലി കൊടുത്തുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ടാക്കാനുള്ള നീക്കമാണ് നിക്കോബാറിൽ നടക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഉന്നയിക്കുന്ന പ്രധാന വാദം. ഇത് കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും പരിസ്ഥിതിയെയും ബാധിക്കുന്ന വലിയൊരു വിഷയമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നാം ഇന്ന് ചർച്ച ചെയ്ത ഈ രണ്ട് വിഷയങ്ങളും, ഗുജറാത്തിലെ നിശബ്ദരാക്കപ്പെട്ട പോളിംഗ് ബൂത്തുകളും അതേപോലെ തന്നെ നിക്കോബാറിൽ മഴ വീഴാൻ കാത്തു നിൽക്കുന്ന മഴക്കാടുകളും, സത്യത്തിൽ ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഗുജറാത്തിൽ അവർ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി ജനാധിപത്യത്തെ ഇല്ലാതാക്കുമ്പോൾ നിക്കോബാറിൽ അവർ പ്രകൃതിയെയും മനുഷ്യരെയും ഭീഷണിപ്പെടുത്തി കോർപ്പറേറ്റ് സാമ്രാജ്യം പടുത്തുയർത്തുന്നു. അധികാരം ഒരു കേന്ദ്രത്തിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ ചോദ്യം ചെയ്യാനുള്ള
പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഇല്ലാതാകുമ്പോൾ നഷ്ടം സംഭവിക്കുന്നത് സാധാരണക്കാരായ നമുക്ക് തന്നെയാണ്. ഗുജറാത്തിലെ ആ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭീഷണി നാളെ നിങ്ങളുടെ വോട്ടിന് നേരെയും ഉണ്ടായേക്കാം. നിക്കോബാറിലെ മരങ്ങൾ വെട്ടിമാറ്റപ്പെടുമ്പോൾ കുറയുന്നത് നമ്മുടെയും വരും തലമുറയുടെയും ശ്വാസമാണ്. വികസനം എന്നത് കെട്ടിടങ്ങളും തുറമുഖങ്ങളും മാത്രമല്ല, അത് ജനങ്ങളുടെ സന്തോഷവും പ്രകൃതിയുടെ നിലനിൽപ്പും കൂടിയായിരിക്കണം. ഈ രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത്, ഗുജറാത്തിലെ സമരസ് മോഡൽ പോലെ എല്ലാവരും ഒരേ സ്വരത്തിൽ സംസാരിക്കണം എന്ന് ഭരണകൂടം വാശി പിടിക്കുന്നത് ശരിയായ പ്രവണതയാണോ? പരിസ്ഥിതിയെയും ആദിവാസികളെയും വിരമിച്ച സൈനികരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പടുത്തുയർത്തുന്ന തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും യഥാർത്ഥത്തിൽ ആർക്കാണ് ലാഭമുണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്? രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇത് രാജ്യം കാണുന്ന ഏറ്റവും വലിയ കൊള്ളയാണെങ്കിൽ നമ്മൾ ഇനിയും കണ്ണടച്ചിരിക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.